കൊഴിഞ്ഞാമ്പാറയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. പൈപ്പ് ലൈൻ നേരെയാക്കുന്നതുമായി ബന്ധപ്പെട്ട പണികൾ നടക്കുന്നതിനാലാണ് ഗതാഗതക്കുരുക്ക്. ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തുള്ള മെയിൻ റോഡിൽ പണികൾ നടക്കുന്നതിനാൽ ബസ്സുകളും മറ്റു വാഹനങ്ങളും അതുവഴി കടന്നുപോകുന്നത് ഏറെ പ്രയാസം നേരിടുന്നുണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുന്നത്. കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്നതിനാൽ യാത്രക്കാർ പ്രയാസത്തിലാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ കൊഴിഞ്ഞാമ്പാറ സ്റ്റാൻഡിൽ മുൻവശത്തുള്ള ആ റോഡ് പൊളിച്ചത് കാരണം അന്തർ സംസ്ഥാനത്തിൽ നിന്നും വരുന്ന ടിപ്പർ ലോറികൾ, ടോറസ് ലോറികൾ, മറ്റു വാഹനങ്ങൾ എല്ലാം ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തു കൂടി വരണം. ആ കൂടി സ്റ്റാൻഡിൽ 105 സർവീസുകളുണ്ട്. 105 സർവീസും പഞ്ചിങ് സിസ്റ്റം പ്രകാരമാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ സിസ്റ്റമൊക്കെ ബ്ലോക്കായിട്ട് ഏത് വണ്ടിക്കും സമയനിഷ്ഠ പാലിക്കാൻ സാധിക്കുന്നില്ല. ബസ്സിലെ ജീവനക്കാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന പതിവാണ്. പാർക്കിംഗ് പറ്റാത്ത ഏരിയയിൽ വണ്ടികൾ നിർത്തിയിട്ട് പാർക്കിങ് മുടക്കമാണ്. വൈകുന്നേരമായ ആ കൂടി ബ്ലോക്കാണ്. അതുകൂടാതെ 105 സർവീസ് ഇവിടെ ഉണ്ട്. ആ 105 സർവീസിൽ ഈ നിൽക്കുന്ന വണ്ടികൾ മുഴുക്കെ 6 മണിക്കൂർ ഗ്യാപ്പിൽ വന്ന് നിൽക്കുകയാണ്. അതിനെ ഓരോ 30 മിനിറ്റും ആക്കി ഉള്ളിൽ നിർത്തിയാൽ നമുക്ക് മുടക്കമില്ലാതെ യാത്രക്കാർക്കും സൗകര്യമായിട്ട് യാത്ര ചെയ്യാം. അതുകൂടാതെ ഈ വണ്ടികളൊക്കെ ഇവിടെ നിർത്തുന്നത് കാരണം സ്റ്റാൻഡേ ഇല്ല. 105 സർവീസ് ഇതിൻ്റെ ഉള്ളിൽ കടന്നു പോകുന്ന വണ്ടികളാണ്. ആയതുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ യാതൊരു ആളുമില്ല. ഞങ്ങൾ PWI ആയിട്ട് മറ്റേ റോഡ് സെക്ഷനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുഴികൾ തീർത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുഴികൾ തീർത്ത് തന്നാൽ ഈ ബസ് സ്റ്റാൻഡിലെ ബ്ലോക്കും മറ്റുള്ള യാത്രക്കാരുടെ സൗകര്യങ്ങളും ഓരോ ബസ്സും ഓരോ വഴിക്ക് പോകുന്നതും യാത്രക്കാർക്ക് തിരിച്ചറിയാം. ഇത് ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ ഇന്നലെ ഒരു 2 വീലറുകാരൻ ഈ കുഴിയിൽ വെള്ളം കെട്ടി നിന്നത് അറിയാതെ വന്ന് വീഴുകയും അതിൻ്റെ സൈഡിൽ കൂടി ഒരു ബസ് പോവുകയും അതിൻ്റെ വീലിൽ സൈഡിൽ വീഴാതെ മറ്റേ സൈഡിൽ വീണത് കാരണം അവൻ രക്ഷപ്പെട്ടു. അതേമാതിരി മാരുതിക്കാർ മറ്റേ കുഴിയിൽ ഫ്രണ്ടിൽ തന്നെ കുഴിയുണ്ട്. ആ കുഴിയിൽ വന്ന് വീഴുകയും വണ്ടി റിപ്പയറാകുകയും അയാൾ ഇവിടെ മുടക്കി കിടക്കുകയും ചെയ്തു. അത് കാരണം ഇതിന് ഉടനെ പരിഹാരം കാണണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.